ഇനി ഞാൻ നാട്ടിലെ നിവ്യ എന്നല്ല, ഗോവൻ നിവ്യ. ഫുൾ ഗോവൻ വൈബ് മാത്രം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ബാക്കിൽ കണ്ടിട്ടുണ്ടാവില്ല, ഇടിപ്പാച്ചെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എയറോപ്ലെയിൻ ആണ് ഗോവ. എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് ഗൈസ്. എന്റെ കന്നി ഫ്ലൈറ്റ് ആണ്. അതിൽ ബാഗ്, ലാപ്ടോപ്പ്, പിന്നെ ഒരു ഫിറ്റ് ഉണ്ട്. അവിടെ എല്ലാരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്കൊരു ആധാർ കാർഡ് മാത്രം മതി കേട്ടോ. അപ്പൊ ഫ്ലൈറ്റിൽ പോവാണ്, എക്സൈറ്റഡ് ആണ്. ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ഞാൻ ലൈൻസിൽ ഇങ്ങനെ തന്നെ കയറുന്നു വിചാരിച്ചില്ല കേട്ടാ. എന്തായാലും നമുക്ക് അവിടെ പോവാം. ഇതാണ് നമ്മുടെ വഞ്ഞരപ്പട സെറ്റ്. ഇവരായിട്ട് ഈ വണ്ടിയിലാട്ടാ നമ്മൾ വന്നത്. കുറേ ലഗേജ് ഉണ്ട്. ഞാൻ നല്ല വൈബിലൊക്കെ വരാന്ന് വിചാരിച്ചു. പക്ഷെ ബാഗും ഇതൊക്കെ വെറും പറ്റിച്ചോ, വർക്ക് ചെയ്യില്ല. അതൊക്കെ വർക്ക് ചെയ്യും. സോണിയുടെ നല്ല അടിപൊളി ഹെഡ്ഫോൺ അല്ലേ. ഞാൻ ചെറിയ തളവൈബ് ഡൗട്ട്. തളവണ്ടി ഒരു എയർപോർട്ട് ഒന്നും ചെയ്യില്ലേ, അതിനെ കാല് വയ്യ. കൊറേ ആൾക്കാര് അല്ലേ. ഇവിടെ ആയിട്ട് നമ്മുടെ ആധാർ കാർഡ് കാണിക്കുക. അങ്ങനെ ഗൈസ് നമ്മൾ കയറി സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറിയപ്പോൾ ഇതാണ് വലിയൊരു ക്യൂ ആണ് ഗൈസ്. ഇവിടെയാണല്ലേ ഡ്യൂട്ടി ഷോപ്സ്, ഡ്യൂട്ടി പെയ്ഡ് എന്നല്ലേ പറയാ. ഇതൊക്കെ എന്തുവാ ഈ കോർണറിൽ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണോ അവര്? ഡൊമസ്റ്റിക്കിൽ ആദ്യമായിട്ടാ. എന്റെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ഡൊമസ്റ്റിക് ആട്ടാ. ഞാൻ അതെന്നെ കയറാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലേ. അവര് ഫൈലിലൊക്കെ പോയിട്ട് അവര് അവിടെ എന്താ ക്യൂ, എന്താ ചെക്കിൻ ചെയ്യാൻ. ഇപ്പൊ കഴിഞ്ഞത് അത് വെരിഫിക്കേഷൻ. ഓക്കെ, സെക്യൂരിറ്റി ടിക്കറ്റും ആധാർ കാർഡും വെച്ചിട്ട് ഇനി ഉള്ളിലൊരു ബർത്തൊക്കെ ക്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഉള്ളിൽ കയറാൻ. ഇപ്പൊ സമയം എത്ര ഉണ്ടാവും? അതെ, ഒരു 5 ആയിട്ടുണ്ടാവും അപ്രോക്സിമേറ്റ്ലി. ഇവിടെ നമ്മള് ബാഗ് എല്ലാം ചെക്ക് ഇൻ ചെയ്ത് ആ വഴി വിടും. കയ്യിൽ വെക്കാനുള്ള ബാഗൊക്കെ കയ്യിൽ വെക്കാം. ഇവിടെ നമ്മുടെ ടോൾ ബാഗ്സിനൊക്കെ ഒരു ടാഗ് അടിച്ചിട്ട് ആ വഴി അങ്ങനെ വിടും. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് നേരെ പോവാട്ടാ. നമുക്ക് ഇത്ര വലിയ ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. സെപ്പറേറ്റ് ഇവിടെ ഒരു ക്യൂ ഉണ്ടായിരുന്നു. ഗോവയ്ക്ക് പോണ ആൾക്കാരൊക്കെ അവിടെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ചിലപ്പോൾ ഫ്ലൈറ്റിന്റെ ടൈം ആയതുകൊണ്ടായിരിക്കണം. അവിടെ വേണമെങ്കിൽ വാഷ്റൂം ഉണ്ട്, വാഷ്റൂമൊക്കെ പോയി ഇന്നലെ സംഭവം വീട്ടിൽ വലത് കാല് വെച്ചിട്ട് ഞാൻ കയറും ഗൈസ്. We are going to Goa. എവിടെ? ഇവിടെ നമ്മുടെ ബാഗിലുള്ള പൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യണം വിത്ത് ദിസ് ബോർഡിംഗ് പാസ്. നമ്മളെല്ലാവരും ചെക്ക് ചെയ്യാൻ പോവാണ്. ലാപ്ടോപ്പ് സെപ്പറേറ്റ് വെക്കണം. പിന്നെ ഇത് വേറെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ സെപ്പറേറ്റ് ആക്കി വെക്കണം. എന്നിട്ട് വേണം അകത്ത് പോകാൻ. എനിക്ക് കയറിയതിൽ ഏറ്റവും മടുപ്പ് തോന്നിയ സെക്യൂരിറ്റി ചെക്ക് ആയിരുന്നു കേട്ടോ നേരത്തെ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഓടി, കാരണം നമ്മൾ മാത്രം ഫ്ലൈറ്റിലേക്ക് കയറാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആൾക്കാർ കയറുന്നില്ല. ഇതാണോ നമ്മുടെ ഫ്ലൈറ്റ്? ഇതില്ലേ? ആ ഇതല്ലേ? കണ്ട് അവിടെ ചെക്ക് ഇൻ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെയും എന്തായാലും കഴിഞ്ഞിട്ട് കാണാം. കിട്ടിയില്ലേ മനുഷ്യന്റെ അങ്ങനെ ഫൈനലി ഫ്ലൈറ്റിലൊക്കെ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ച് സെറ്റിലായി. അങ്ങനെ ഞാൻ
വിൻഡോ സീറ്റ് കിട്ടിയത് കണ്ട. മഴയുണ്ടടി പുറത്ത് നേഹ, മഴയുണ്ടോ പുറത്ത്? മഴ പെയ്ത അങ്ങനെ നമ്മൾ കയറിയോട് കൂടി ഫ്ലൈറ്റ് എടുത്തു കൂട്ടാ. കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളും എന്താണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമ്മളത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ നേഹ പിന്നെ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫ്ലൈറ്റ് ചെറിയൊരു പൊടി മഴയൊക്കെ കാണാനില്ല ക്ലിയർ ആയിട്ട്. ഒരു പ്രഹസത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഫസ്റ്റത്തെ ആണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെവി വേനയൊക്കെ എടുക്കുന്നു. അപ്പൊ ഞാൻ അതും പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഹെഡ്സെറ്റ് ഒക്കെ കൊണ്ടുപോയത് പാട്ടൊക്കെ വെച്ച് കേട്ടിരിക്കാന്ന്. പിന്നെ ടേക്ക് ഓഫ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. മേലെ നിന്നുള്ള വ്യൂ കിടുവാണ്. നേരിയ ഒരു മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കാരണം ആദ്യം ഭയങ്കര മൂടലൊക്കെ ആയിരുന്നു വന്നെ. പിന്നെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞ് ഒരു സെക്കൻഡ് ലെയർ അങ്ങനെ അങ്ങോട്ട് പൊന്തി പോയപ്പോൾ അതാ സൂര്യന്റെ ചെറിയൊരു പ്രകാശം, അതും ഒരു 6:30 ആ ഒരു വൈബ് മോർണിംഗ് സൺറൈസ് ആണ് നമുക്ക് കിട്ടിയത്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അതിങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ. കാരണം മേലെയും താഴെയും ഫുള്ള് ക്ലൗഡ്സിലൂടെ ഉള്ള ഒരു യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ആണെങ്കിൽ ചെവിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സംശയം തോന്നി, ഇവർക്ക് എങ്ങനെ ഈ മൂടൽമഞ്ഞിലൊക്കെ. നമ്മുടെ സീറ്റിന്റെ ഫ്രണ്ടിന്റെ പോക്കറ്റിനുള്ളിൽ ഇങ്ങനെ ഒരു ബുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ആകെ നമ്മൾ വെള്ളമാണ് ഓർഡർ ചെയ്ത്. വെള്ളത്തിനാണെങ്കിൽ 100 രൂപയാണ് ഗൈസ് ഈ ഒരു കുപ്പി വെള്ളത്തിന്. അപ്പുറത്ത് കുറെ പേരൊക്കെ ഫുഡ്സ് ഒക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ തൊട്ട് ബാക്കിലും സൈഡിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇരിക്കണവർ നല്ല ഉറക്കമായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. ഞാൻ ഇങ്ങനെ ഈ കാഴ്ച കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു. എനിക്ക് എത്ര കണ്ടിട്ടും അങ്ങോട്ട് മതിയാവണില്ല. ഇതാണ് നമ്മുടെ ഐസൂന്റെ ചെവിക്ക് ആ ഒരു പെയിൻ വരാണ്ടിരിക്കണ തലയിൽ വെക്കണ സാധനം കേട്ടോ. ഇത് വെച്ചോണ്ട് അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ടേക്ക് ഓഫിനും പിന്നെ ലാൻഡ് ചെയ്യുമ്പോൾ അവന് കുറച്ച് പാലൊക്കെ കൊടുത്ത് സെറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വലിയ കരച്ചിലൊന്നും ഉണ്ടെന്നില്ല. പുള്ളിക്കാരൻ നല്ല ഡീസൻ്റ് ആയിരുന്നു. ഇത് നമ്മൾ ഗോവ എത്തിയതിൻ്റെ ഒരു മേളിന്നുള്ളൊരു വ്യൂ ആട്ടോ. കണ്ടോ, നല്ല വെള്ളം, ഒരു കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സ് ഒക്കെ ഇഷ്ടം പോലെ കാണായിരുന്നു. പിന്നെ നമുക്ക് അനൗൺസ്മെന്റ് എത്തി, ഇനി ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ലാൻഡിങ് ഉണ്ടാവുന്നു. മൊത്തത്തിൽ ഒരു 1 മണിക്കൂർ ട്രാവൽ ആയിരുന്നു കേട്ടോ, കൊച്ചി ടു ഗോവ എന്ന് പറയണത്. അങ്ങനെ ദേ ലാൻഡിങ്ങിന്റെ സമയമായി ഗൈസ്. ഭയങ്കര ഒരു ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലാൻഡ് ചെയ്യുമ്പോ. ചെവിക്കൊന്നും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ കാലങ്ങളൊക്കെ മക്കളെ കൊറേ പുഴകളൊക്കെ കണ്ടു. ഞാൻ നോക്കി ബീച്ചെവിടെ പക്ഷെ കണ്ടില്ലടി അപ്പുറത്ത് പോകുന്നത്. അങ്ങനെ അപ്പൊ നമുക്കിനി ഇറങ്ങിയിട്ട് കാണാം. അടുത്ത ബ്ലോക്കിലൊക്കെ ആയിട്ടിട്ട ഇറങ്ങട്ടെ. നല്ലൊരു യാത്ര. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫ്ലൈറ്റിന്റെ ഇടയ്ക്ക് കയറുന്നു. എന്നിട്ട് ആ സാധനങ്ങൾ കണ്ണുകൊണ്ടിരിക്കും. എല്ലാവരും ബാഗൊക്കെ എടുത്തു. ഇനി നമുക്ക് നേരെ ഇറങ്ങാം. ഐസു നല്ല ഉറക്കത്തിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കണ്ണങ്ങട് മതിയായി. കുറച്ചൊക്കെ എനിക്ക് ഉറക്കമൊക്കെ വന്നു. അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ഗോവയിലെ ലാൻഡ് ചെയ്ത് വെച്ച് ഭയങ്കര സന്തോഷം. സിമ്പിളാണ് ആക്ച്വലി. ഡൊമസ്റ്റിക് വഴി കയറുക, ബോർഡിംഗ് പാസ് സംഭവങ്ങളൊക്കെ അത് ഈ ഫ്ലൈറ്റിലാണോ നമ്മള് അതിൽ കൂടെ ഇറങ്ങണ്ടല്ലേ ഫോണി വെച്ചിട്ട്? നമുക്ക് മാത്രം ഈ കൂട്ടിനുള്ളിൽ കൂടെ ഇറക്കില്ല. അത് മാത്രം എനിക്ക് ഇഷ്ടമായി. ഞാൻ ഇതുവരെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അത് അങ്ങനെ ഇറങ്ങിയിരുന്നു ബാക്ക് സൈഡിൽ കൂടെ കോണിപ്പടിയിൽ. അങ്ങനെ നമ്മൾ ഗോവ എത്തി. നമ്മളിവിടെ ഇരിക്കുകയാണ്. നമ്മളെ എന്ത് ടാക്സി പറഞ്ഞിരിക്കുന്നത്? നമ്മളിപ്പോ റെന്റ് കാറാണ് പറഞ്ഞിരിക്കണേ കേട്ടാ. ഇനി ഞാൻ നാട്ടില് നിവ്യ എന്നുള്ള ഗോവൻ നിവ്യ. ഫുൾ ഗോവൻ വൈബ് മാത്രം. അതെ. അപ്പൊ ഇനിയുള്ള വീഡിയോസ് സ്ഥലങ്ങളൊക്കെ ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യണതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ബൈ.